നമ്മളിന്ന് ചേമ്പ് വറുക്കാൻ പോവാണ്. ഇത് ചേമ്പ് അരിഞ്ഞ് പീസാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കാപ്സിക്കം പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇപ്പം ഇട്ടിട്ടുണ്ട്. എനിക്ക് പനിയാണ്, അതുകൊണ്ട് നമ്മൾ ജലദോഷമൊക്കെ. പിന്നെ അത് കുറച്ച് ഉപ്പും കൂടി നമ്മളിതാണ്. ഇത് ശരിക്കും മിക്സാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് മിക്സാക്കി നമ്മൾ വെക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ഇടാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. ചിക്കൻ മസാല ആണ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തന്നെ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ മീറ്റ് മസാലയാണ് ഇടുന്നത്. പിന്നെ മുളക് പൊടി അല്ലാതെ പെപ്പർ പൗഡർ പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ ഇടാം, കുഴപ്പമൊന്നുമില്ല. രണ്ടും കൂടി വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ മീറ്റ് മസാല ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇത്രയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു 1 hour എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കല്ലേ, ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെക്കുന്നതിൽ നല്ലത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ എന്നിട്ടെടുത്ത് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് വറുത്ത് ചോറിന് നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 1 hour. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണേ. ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ച് വെച്ചു, കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇടയ്ക്ക് ഞാൻ പച്ചമഞ്ഞൾ ഇട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം പൗഡർ ഇടാം. ക്യാപ്സിക്കം പൗഡർ ഇത് ഓപ്ഷണലാണ്, ഉള്ളവർക്കിടാം, അത്രേ ഉള്ളൂ. ക്യാപ്സിക്കം പൗഡർ ആക്ച്വലി മീൻസ് എന്നാ സ്വീറ്റായിട്ടുള്ള മുളക് പൊടി, അങ്ങനെ ഇച്ചിരി സ്വീറ്റ്, അത്ര എരിവില്ലാത്തൊരിതാണ്. ഇനിയിപ്പം നമ്മുടെ ചില്ലി പൗഡർ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ഒരു എക്സെപ്ഷണൽ ഐറ്റം, കുറച്ച് ചെറിയ തേങ്ങ, ഇച്ചിരി. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ മുട്ട പൊടിച്ച് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റായിരിക്കും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, ഇഞ്ചി ഇടുന്നില്ല, കറിവേപ്പില ഇടുന്നില്ല, ഇങ്ങനെ ഇട്ട് നോക്കുകയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കപ്പോൾ അതേ പാൻ വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓണാണ്. ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോകണേ. അപ്പം തന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ സംഭവം എന്താണ്, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, ഇതെടുത്ത് നമ്മൾ വറക്കണ്ടേ. ഓൾമോസ്റ്റ് 1 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓംലെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതായിരിക്കും ഡയറക്റ്റ് ആ ചട്ടിയിലിട്ട് അതിന് പാനിലിട്ട് വറക്കാൻ പോകണം. ഓംലെറ്റ് ആക്കാനുള്ള സംഭവം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമ്മുടെ പാനിലേക്ക് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മളിത് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ഓയിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പെട്ടെന്ന് പോകും. കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. നമ്മുടെ ഓംലെറ്റ് ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് വേണമെങ്കിൽ മറിച്ചിട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒരു ഹാഫ് ബോയിൽ ഒക്കെ പോലെ, ഹാഫ് ബോയിൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മൂടി വെച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഏകദേശം ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ കുക്ക്ഡായിട്ടിരിക്കും, ഒരു ചെറിയൊരു പരുവത്തിൽ. അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. അത് പറ്റില്ല, ഫുള്ളായിട്ട് ഫ്രൈ ആവണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചാണ്, ദോശ പോലെ ആയാലും. ഇനി ജസ്റ്റ് ബാക്കി പാനിലെ ചൂട് കൊണ്ട് തന്നെ ഇതിങ്ങനെ ആയിക്കോളും. ജസ്റ്റ് അപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫാക്കാറായി എന്തായാലും. അത് കഴിഞ്ഞ് നമുക്ക് ചേമ്പ് വറുക്കാൻ പോകണം. നമ്മൾ എഗ്ഗ് സെറ്റായിട്ടുണ്ട്, ഇത്രയും മതി. പാത്രം ചെറുതായിപ്പോയി. നമുക്ക് ചേമ്പുകൾ ഓരോന്നോരോന്ന് എടുത്തിടാം. കുറച്ച് ഓയിൽ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടായാലും കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി എന്നിട്ട്. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്ത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടില്ലേ, ഏകദേശം അതേപോലെ തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. വിച്ച് മീൻസ് ഇത് ചേമ്പല്ലേ, അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാനും ഇങ്ങനെ ചേമ്പിങ്ങനെ വറുത്ത് കഴിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ടേസ്റ്റ് എങ്ങനെയുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടോ.
പിന്നെ ചേനയും അങ്ങനെയുള്ള കാച്ചിലും എല്ലാം നമുക്കിങ്ങനെ വറുത്ത് നോക്കാം. എന്തുകൊണ്ട് പൊട്ടറ്റോ ഉള്ളി എന്നില്ലല്ലോ. ഇതൊക്കെ കരിഞ്ഞു പോണതിന് മുന്നേ നമുക്ക് ഓയിലങ്ങ് ഒഴിച്ച് കൊടുത്തേക്കാവേ. ഒത്തിരി ഓയിൽ വേണ്ട, കുറച്ച് മതി. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പോഴാണ് വേഗം നായി വരുന്നത്. അല്ലാതെ നമ്മൾ ഒത്തിരി ഓയിൽ യൂസ് ചെയ്ത് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്നത് ഹെൽത്തിന് നല്ലതല്ല. നമ്മളിപ്പം ഫ്രൈ ആവാതെയൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതൽ ഓയിലൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മൂടി വെച്ചേച്ചാൽ മതി. ആവശ്യത്തിന് കുറച്ച് ഓയിലും പിന്നെ ബാക്കി മൂടി വെച്ചിട്ട് പിന്നെ അത് മറിച്ചിട്ടില്ലെങ്കിലും അത്ര ഇഷ്യൂ ഇല്ല. മറിച്ചിട്ടാലാണ് ഒന്നുകൂടെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് മൂടി വെച്ചേക്കാം. ഇതായിക്കോളും കേട്ടോ. ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഒന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വരും ഉണ്ടല്ലേ. ഇല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ട് നമ്മൾ ചേമ്പ് അരിയേണ്ടിയിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാവകാശം കിട്ടിയില്ല. ഇച്ചിരി തിക്കായിപ്പോയി നമ്മൾ ചേമ്പ് സ്ലൈസ് ചെയ്തപ്പോൾ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് താഴെപ്പോയില്ല. സാരമില്ല. രാവിലെ നമ്മൾ കുറച്ച് കപ്പ വേവിച്ചായിരുന്നു. കുറച്ച് ചീത്തയായി പോയി അതിനകത്ത്. കുറച്ച് ചീത്ത കപ്പയായിരുന്നു. കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാ. ബട്ട് അൺലക്കി ചീത്തയായിപ്പോയി. തിരിച്ചു കൊണ്ട് കടയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ജസ്റ്റ് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് ഫ്രൈ റെഡി. എന്നിട്ട് നമ്മൾ ചോറിനാൻ പോവാം. ഇന്ന് ചോറിനാൻ കുറച്ച് ലേറ്റായി. ബട്ട് സ്റ്റിൽ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്.